ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് വിമാനം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അറ്റ്ലസ് വിമാനം. അതിൽ ഈ 20 അംഗ സംഘം ഉണ്ട്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ വിമാനത്തിൻ്റെ F-35B വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിൻ ആ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെത്തിയ ഈ എയർബസിൻ്റെ വിമാനത്തിൽ ഉള്ളത്. കഴിഞ്ഞ മാസം 14 തീയതി മുതലാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ദോഹ കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് 5ാം തലമുറ. അമേരിക്ക നിർമ്മിച്ച 5ാം തലമുറ യുദ്ധവിമാനമാണ് അത്. ബ്രിട്ടൻ അടക്കമുള്ള അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും കൈമാറിയിട്ട് ആ ബ്രിട്ടന്റെ ഒരു യുദ്ധവിമാനമാണ് ഈ കഴിഞ്ഞ 14 തീയതി മുതൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്നത്. 2 ദിവസം മുമ്പ് വരെയും ഈ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാന വാഹിനി കപ്പലിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുമായിട്ട് അടക്കം പരിശീലനം നടത്തിയ ശേഷമാണ് ഇത് അറബിക്കടൽ വഴി തിരികെ പോകുന്നതിനിടയിൽ ഈ വിമാനം പറന്നുയരുകയും അതിന് തിരികെ വിമാനവാഹിനി കപ്പലിൽ ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. പലതവണ വിമാനവാഹിനി കപ്പലിൽ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് ഇതിന്റെ ഇന്ധനം തീരാറായപ്പോഴാണ് തിരുവനന്തപുരത്തെ വിമാനത്താവളവുമായിട്ട് അത് ബന്ധപ്പെടുകയും അടിയന്തരമായിട്ട് ലാൻഡിങ്ങിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അടക്കം ക്ലിയറൻസ് ലഭിച്ച ശേഷമാണ് F-35B വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അന്നു മുതൽ കനത്ത സുരക്ഷയിൽ ഈ വിമാനം ഇവിടെ തുടരുകയാണ്. CASFന്റെ അടക്കം കനത്ത സുരക്ഷ നൽകിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ഇവിടെ എത്തിയതിനു ശേഷം അതിന് തിരികെ പറക്കാൻ കഴിഞ്ഞില്ല. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള സാങ്കേതിക തകരാറ് കാരണം F-35B എന്ന ഈ യുദ്ധവിമാനത്തിന് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് ഒരു സംഘം ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തി ഇതിന്റെ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ പോവുകയായിരുന്നു. പലതവണ ശ്രമിച്ചിട്ടും സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് വിമാനം എത്രയും വേഗം ശരിയാക്കുന്നതിന് വേണ്ടി വിദഗ്ധ സംഘം 20 അംഗ വിദഗ്ധ സംഘം ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് എത്തിയത്.